വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം ഗസയിലെ 50 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി. അതിൽ ഫർജ് അസ്സമൂനി എന്ന തടവുകാരൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. രാപ്പകൽ ഭേദമന്യേ ക്രൂരമായ മർദ്ദനങ്ങൾ, ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ നൽകാതിരിക്കുക, മാനസിക പീഡനങ്ങൾ, ഓരോ തടവുകാരൻ്റെയും ഭാര്യാസന്തതികളെ തങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ. അങ്ങനെ പോകുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ ക്രൂരതകൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ പറഞ്ഞ സമൂനിയെയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളെയും അമ്മാവൻ്റെ മകനെയും സൈന്യം തടവിലാക്കിയത്. മരുഭൂമിയിലെ ടെൻറ്റുകളിലായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. ഓരോ ടെൻറ്റിലും 30 പേര് വീതം. തിങ്ങി ഞെരിഞ്ഞ് ആണ് അവർ താമസിച്ചിരുന്നതെന്നർത്ഥം. തൽഫലമായിട്ട് പലതരം പകർച്ചവ്യാധികൾ അവരിൽ വ്യാപകമായിരുന്നു. പക്ഷേ ചികിത്സയോ മറ്റ് യാതൊരു സൗകര്യങ്ങളോ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്ത ദിനരാത്രങ്ങൾ ധാരാളം കടന്നുപോയിട്ടുണ്ട്. അതിൽ പലരും നോമ്പ് പിടിക്കുകയാണ് ചെയ്തതെന്ന് എന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ഡോക്ടർമാരെയും ഈ ഇസ്രായേൽ സൈന്യം തടവറയിൽ ഇപ്പോഴും അവർ തടവറയിലാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ഡോക്ടർമാരുടെ പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അൽ ഔദ ആശുപത്രിയുടെ ഡയറക്ടറായ ഡോക്ടർ അഹമ്മദ് മുഹന്ന, അതുപോലെ ഡോക്ടർ അബു യാക്കൂബ്, ഡോക്ടർ ഐമൻ, ഇവരൊക്കെ കഠിനമായ പീഡനങ്ങൾക്ക് ഇപ്പോഴും അവർ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തടവുകാരെ മർദ്ദിക്കുന്നതും അവർക്ക് ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകാതിരിക്കുന്നതൊക്കെ ജനീവ കരാറിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് അറിയാത്തവരൊന്നുമല്ല ഇസ്രായേൽ സൈന്യം. പക്ഷേ അത്തരം കരാറുകൾക്ക് അവർ കാറ്റിൽ പറത്തുകയാണ്. യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അത്തരം ഉടമ്പടികളെ. അതുപോലെ തന്നെ നമുക്കറിയാം, അവർ UN പാസ്സാക്കിയ കരാറുകളൊക്കെ ചവറ്റുകുട്ടയിലെറിയുന്ന സ്വഭാവം. ഇത്രയ്ക്ക് ധിക്കാരപരമായ ഒരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മനുഷ്യത്തിന് എതിരിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.